الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കൊത്ത് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുകയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചര്യയെ കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലും അനുധാവനം നടത്തുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ മരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘജീവിതത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി നമ്മുടെ ചർച്ച. ദശകങ്ങൾക്കപ്പുറം ദാർശനികനായിരുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണെന്ന് തോന്നുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞത്. മരുഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സാർത്ഥവാഹക സംഘം എവിടെയോ ഒരു സ്ഥലത്ത് അവർ വിശ്രമിച്ച് ഉറക്കമെഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കൂടെ കൊണ്ടുവന്ന ചരക്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചരക്കുകളും ഒട്ടകങ്ങളും നഷ്ടപ്പെട്ട ഈ സംഘം മരുഭൂമിയിൽ അതന്വേഷിച്ച് അലഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ചരക്കുകളെ സംബന്ധിച്ച ബോധം പോലും നഷ്ടപ്പെട്ട് ദിശയും ദിക്കുമറിയാതെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഒരു സമൂഹം. ഇത് വളരെ അർത്ഥമുള്ള ഒരു ഉദാഹരണമാണ്. മുസ്ലിം സമൂഹം നീണ്ട ചരിത്രത്തിൽ അവരുടെ യാത്രക്കിടയിൽ
അവർക്ക് നഷ്ടപ്പെട്ടു പോയ പാഥേയങ്ങൾ അനവധിയാണ്. അമൂല്യമായ ഒരുപാട് ചരക്കുകൾ നഷ്ടപ്പെട്ടു പോയി ഈ സംഘത്തിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നഷ്ടം, തങ്ങൾ ഒരു സംഘമായി സാമൂഹ്യബോധത്തോടുകൂടി ഒരു നേതൃത്വത്തിന്റെ കീഴിൽ സംഘടിച്ച് മുന്നേറേണ്ട ഒരു സംഘമാണ് എന്ന ബോധം തന്നെ നഷ്ടപ്പെട്ടതാണ് ചരിത്രപരമായി സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ സംഘടിതമായ വ്യവസ്ഥാപിതമായ ഒരു സമാജമായി മുമ്പോട്ട് പോവുകയായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമിക സമൂഹം. ഒമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അനുസരിക്കപ്പെടുന്ന ഒരു അനുയായി വൃന്ദവുമായിട്ടാണ് പ്രവാചകന്മാർ ചരിത്രത്തിൽ കടന്നുപോയത്. ഒരു നബി വന്നു പോയി, മറ്റൊരു നബി വരുന്നു, ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ. ഇങ്ങനെ കടന്നു പോകുന്ന അവസാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതനായി. നമുക്കറിയാം, പ്രവാചകൻ തന്റെ വാക്കുകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ആ സമുദായത്തിന്റെ ഉള്ളിൽ, ആ ജനങ്ങളുടെ ഉള്ളിൽ ഈ സംഘബോധവും ഈ പ്രാസ്ഥാനിക വികാരവും ഊട്ടിയുറപ്പിക്കുകയുണ്ടായി. പ്രമാണങ്ങളിലുള്ള പല പരാമർശങ്ങളും നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഗൗരവത്തിൽ പറഞ്ഞ ഒരു സുഭാഷിതം, ആമുറുക്കും ബിഖംസിൻ, പ്രവാചകൻ പറയുകയാണ്, 5 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പ്രത്യേകമായി കൽപ്പിക്കുകയാണ്. അമ്രാണ്, കൽപ്പന, ഉപദേശമല്ല. ഈ സമുദായത്തെ കൽപ്പിക്കുവാനും ഈ സമുദായത്തെ വിലക്കുവാനും സ്വതന്ത്രമായിട്ട് അധികാരമുള്ളവർ എന്ന് ഈ സമൂഹം വിശ്വസിക്കുന്നത് 2 കേന്ദ്രങ്ങളാണ്. ഒന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല, 2 ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്ദേശവാഹകനായ പ്രവാചകൻ. ഈ 2 കേന്ദ്രങ്ങളെ സ്വതന്ത്രമായിട്ട് കൽപ്പിക്കാൻ അധികാരമുള്ളവരായി നാം പരിഗണിക്കുന്നുള്ളൂ. പ്രവാചകൻ പറയുകയാണ്, ആമുറുക്കും ബിഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകമായി ഞാൻ കൽപ്പിക്കുന്നു. 1 ബിൽ ജമാഅ, സംഘടന കൊണ്ട് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. വസ്സംഇ, നിങ്ങൾക്കൊരു നേതൃത്വമുണ്ടാവുകയും ആ ഇസ്ലാമികമായ നേതൃത്വത്തിന്റെ വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും ചെയ്യണം. 3 വത്താഅ, ആ നേതൃത്വത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. 4 ഉൽ ഹിജ്റ, ഈ ആദർശത്തിന്റെ പാതയിൽ ഒരുപക്ഷെ സ്വദേശം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ഒരു ത്യാഗപൂർണമായ മാതൃക സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഹിജ്റ പോകണം. 5 വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങളും ധർമ്മസമരവും ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, വഅന്നഹു ഖറജ മിനൽ ജമാഅത്തി ഖീദ ശിബിരിൻ, ഒരു ചാണ് ഒരാൾ ആ സംഘടിത വൃത്തത്തിൽ നിന്ന് പുറത്തുപോയാൽ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, അവൻ തന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പാശമാണ് പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞത്. പ്രവാചകൻ പറയുകയാണ്, ഇല്ലാ അൻ യുറാജിഅ, അവൻ മടങ്ങുന്നതുവരെ. ഒമൻ ദഅ ബിദഅവൽ ജാഹിലിയ്യ ഫഹുവ മിൻ ജുസ്സാ ജഹന്നം വഇൻ സാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും അനിസ്ലാമികമായ അധാർമികമായ ജീവിതക്രമത്തിലേക്ക്, ജാഹിലിയത്തിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ അവൻ നരകപാപിയാകുന്നു. ഫഇൻ സാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം, അവൻ നോമ്പെടുത്താലും നമസ്കരിച്ചാലും താൻ ഒരു മുസ്ലിമാണ് എന്ന് വാദിച്ചുകൊണ്ടിരുന്നാലും അവൻ യഥാർത്ഥത്തിൽ നരകപാപിയാണ് എന്ന് വളരെ ഗൗരവത്തിൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇമാം അഹ്മദും തുർമുദിയും രേഖപ്പെടുത്തിയ ഈ ഹദീസ് വളരെ ഗൗരവമുള്ള ആലോചനക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത് അക്ഷരത്തിലും ഇതിന്റെ സന്ദേശം അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ട ഒരു വിഭാഗമായിരുന്നു സഹാബിമാർ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ
ആ പ്രവാചകന്റെ ശരീരം ഖബറടക്കുന്നതിന് മുമ്പ് അവർ മദീനത്തെ സഖീഫ ബനീ സായിദയിൽ ബനൂ സായിദക്കാരുടെ പന്തലിൽ സഹാബത്ത് സമ്മേളിക്കുകയും ഒരു നേതൃത്വത്തെ കൂടിയാലോചനകളിലൂടെ തെരഞ്ഞെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുമേനിയുടെ ശരീരം പോലും മറവ് ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നായകനില്ലാപ്പട നായപ്പടയായി പോകും എന്ന് സഹാബത്തിന് വളരെ കൃത്യമായി അറിയുമായിരുന്നു. സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം, ഖലീഫമാരാണ് ഈ സമൂഹത്തെ നയിച്ചു പോന്നത്. നമുക്കറിയാം, ആ സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമേ നിലനിന്നുള്ളൂ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നെ പൂർണ്ണമായ ഖിലാഫത്തുണ്ടായിട്ടില്ല. പിന്നീട് വന്നത് രാജാക്കന്മാരും അമീറുമാരുമായിരുന്നു. സ്വന്തം നിലക്ക് അധികാരം പ്രഖ്യാപിച്ച രാജാധികാരികളായിരുന്നു പിന്നീട് അധികാരത്തിൽ വന്നത് മുആവിയ തുടക്കം കുറിച്ച രാജപരമ്പര. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുആവിയ ഖലീഫയായിട്ട് അധികാരമേറ്റെടുത്ത് തൊട്ടടുത്ത ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൽ മലിക്, അസ്സലാമു അലൈക അയ്യുഹൽ മലിക്, രാജാവേ നിങ്ങൾക്ക് സലാം. മുആവിയ അത്ഭുതപ്പെട്ടു, രാജാവേ സലാമോ? അമീറുൽ മുഅ്മിനീൻ എന്നാണല്ലോ വിളിക്കേണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ അധികാരം നേടിയതുപോലെയാണ് എന്റെ മുമ്പിൽ അധികാരം കിട്ടിയതെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുമായിരുന്നില്ല. രാജാധിപത്യത്തിലേക്ക് ഖിലാഫത്ത് അങ്ങനെ വഴുതി വീണു. പിന്നെ നമുക്കറിയാം, ഉമവികളുടെ ഭരണകാലം, ഇടക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലുള്ള ചില ഭരണാധികാരികളെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ രാജാക്കന്മാരും അമീറുമാരുമാണ് പിന്നെ ഭരണം നടത്തിയത്. ഇന്നും ആ നാടുകളിൽ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമികമായ ഖിലാഫത്ത് പിന്നെ ഉണ്ടായില്ല. പക്ഷേ നമ്മൾ അറിയണം, അപ്പോഴും ഈ സമുദായം എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിന്റെ കീഴിൽ, ഒരു അമീറിന്റെയോ ഒരു ഖലീഫയുടെയോ കീഴിൽ സംഘടിതമായി വ്യവസ്ഥാപിതമായി അച്ചടക്കത്തോടും അനുസരണത്തോടും കൂടി നീങ്ങേണ്ട ഒരു സമൂഹമാണ് എന്ന ആ സംഘബോധം, ആ പൊതുബോധം സമൂഹത്തിൽ അപ്പോഴും നിലനിന്നിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതുവരെ എന്ന് ചോദിച്ചാൽ 20-ാം നൂറ്റാണ്ട് വരെ അത് നിലനിന്നിട്ടുണ്ട്. 1922 അവസാനത്തെ തുർക്കി കേന്ദ്രമായിട്ടുണ്ടായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിലെ അവസാനത്തെ ഭരണാധികാരിയെയും സ്ഥാനഭ്രഷ്ടനാക്കുന്നതുവരെ 1922 തുർക്കിയിലെ ഗ്രാൻഡ് അസംബ്ലി സ്ഥാനഭ്രഷ്ടനാക്കി 924 ഖിലാഫത്ത് എന്ന ഘടന തന്നെ നീക്കം ചെയ്യുന്നതുവരെ, അവസാനത്തെ ആ ഖലീഫ അബ്ദുൽ മജീദ് കെയ്റോവിൽ അഭയം തേടുന്നതുവരെ ഒരു ഖിലാഫത്തിന്റെ, ഒരു ഇമാറത്തിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിക സമൂഹം ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന സംഘബോധത്തിന്റെ ആ സാന്നിധ്യം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടിത ബോധം നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ പ്രതിയോഗികൾ വളരെ ആസൂത്രിതമായി ഈ സംഘബോധത്തെ നശിപ്പിക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ സമൂഹത്തിൽ ധാരാളം ശുദ്ധമനസ്കരായ ആളുകൾ അതിൽ വീണുപോയി. അങ്ങനെ രാഷ്ട്രമെന്നും സമൂഹമെന്നും മതമെന്നുമൊക്കെയുള്ള വിഭജനങ്ങളുണ്ടായി. രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും സമ്പത്തിന്റെയും കലയുടെയും സാഹിത്യത്തിന്റെയും മേഖലകളിലൊന്നും ദീനും മതവുമൊന്നും യഥാർത്ഥത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ചിന്താഗതി വളർന്നു വന്നു. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും, ദീൻ അല്ലാഹ്ക്ക് കൊടുക്കാം, ദുനിയാവ് മറ്റുള്ളവർക്കും കൊടുക്കാം എന്ന ചിന്താഗതി ഇസ്ലാമിന്റെ പ്രതിയോഗികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ പ്രചരിച്ചത് എന്ന് നമ്മൾ അറിയണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഘബോധത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളി ദർസുകളിലൊക്കെ പഠിക്കുന്ന വളരെ ഗൗരവപ്പെട്ട നമ്മുടെ അഖീദ വിശദീകരിക്കുന്ന പ്രമാണ ഗ്രന്ഥമാണല്ലോ ശറഹുൽ അഖായിദ്. ആ ശറഹുൽ അഖായിദിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായി ഈ ചിത്രം വരച്ചു കാണിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ശറഹുൽ അഖായിദ് എന്ന് പറയുന്നത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ അല്ലാമ ഉമർ നസഫി എഴുതിയ അൽ അഖായിദ് എന്ന ഗ്രന്ഥത്തിന്റെ വിപുലനമാണ്. തൊട്ടടുത്ത നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ അല്ലാമ മസ്ഊദ് ഉമർ തഫ്താസാനി എഴുതിയ ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന കിതാബ്. ആ ശറഹുൽ അഖായിദിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ സത്യവിശ്വാസത്തിന്റെ തത്വശാസ്ത്രം വിശദീകരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ ഇസ്ലാമിക സമൂഹം ഭൂമിയിൽ ജീവിക്കേണ്ടതെങ്ങനെ എന്ന് വളരെ കൃത്യമായി മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്രേ, പ്രവാചകൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ ഒരാൾ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഇമാമിനെ തിരിച്ചറിയാതെ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ജാഹിലിയ്യ മരണമാണ് വരിച്ചത് എന്ന പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം വിശദീകരിച്ചു, അലാ അന്ന നസ്ബൽ ഇമാമി വാജിബുൻ, ഈ സമുദായത്തിന് ഒരു ഇമാമുണ്ടായിരിക്കേണ്ടത് വാജിബാണ്, അനിവാര്യമായ കാര്യമാണ്. എന്നിട്ടതിൽ വിശദീകരിക്കും എന്താണ് ആ ഇമാമിന്റെ ചുമതലകൾ. മുസ്ലിങ്ങൾക്ക് ഒരു ഇമാം അത്യന്താപേക്ഷിതമാകുന്നു. നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് അദ്ദേഹമാണ്. ക്രിമിനൽ നടപടിച്ചട്ടങ്ങൾ പ്രായോഗികമാക്കേണ്ടത് അദ്ദേഹമാണ്. ഇസ്ലാമിക സമൂഹത്തിന് വേണ്ട സ്ഥാപനങ്ങളും കോട്ടകളും പടുത്തുയർത്തേണ്ടത് അദ്ദേഹമാണ്. സൈന്യങ്ങളെ സജ്ജീകരിക്കേണ്ടത് അദ്ദേഹമാണ്. സകാത്ത് ശേഖരിക്കുകയും വിതരണം നടത്തുകയും ചെയ്യേണ്ടത് അദ്ദേഹമാണ്. എന്നിങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തെ ഇമാമിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുകയാണ് ശറഹുൽ അഖായിദിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സംഘടിതമായിട്ടുള്ള ജീവിതത്തിന്റെ സന്ദേശമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ആധാര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ മൻ ഖറജ മിനൽ ജമാഅത്തി ഖീദ ശിബിരിൻ എന്ന് പറഞ്ഞല്ലോ. ഒരു ചാണ സംഘടനയിൽ നിന്നൊരാൾ വിട്ടുപോയാൽ അയാൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പുറത്തുപോയി എന്ന് പറയുന്ന ഭാഗം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരമൊരു അൽ ജമാഅത്ത് ഇപ്പോൾ ലോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പരിശുദ്ധമായ പരിപൂർണമായ ഏക നേതൃത്വത്തിന്റെ കീഴിലുള്ള ഒരു അൽ ജമാഅത്ത് എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ ഹദീസിൽ പറഞ്ഞ അൽ ജമാഅത്തില്ല. പക്ഷെ അൽ ജമാഅത്തില്ല എന്നതുകൊണ്ട് അൽ ജമാഅത്ത് വേണ്ടതില്ല എന്നല്ല അതിനർത്ഥം. ഇസ്ലാമിക സമൂഹത്തിന്റെ പല ഘടനകളും തകർന്നുപോയ ഘടനകളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. ഉദാഹരണമായിട്ട് നമസ്കാരത്തിന്റെ വ്യവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. സംഘടിതമായ നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് ആരാണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വമാണ്. അങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ പണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നത്. ആ ഘടന തകർന്നു. നമ്മൾ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഘടന തകർന്നല്ലോ, ജമാഅത്ത് നമസ്കാരം വേണ്ടെന്ന് വെച്ചില്ല. വളരെ കൃത്യമായി പള്ളികൾ സ്ഥാപിക്കുകയും ജമാഅത്തുകൾ സംഘടിപ്പിക്കുകയും ഒരു ഇമാമിനെ, അപ്പറഞ്ഞ അധികാരമൊന്നുമില്ലെങ്കിലും ഒരു ഇമാമിനെ, മിഹ്റാബിലെങ്കിലും അധികാരമുള്ള ഒരു ഇമാമിനെ നമ്മൾ നിശ്ചയിക്കുകയും ആ വ്യവസ്ഥ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സകാത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദീനിന്റെ എല്ലാ ചിഹ്നങ്ങളുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ആ അൽ ജമാഅത്ത് ഇല്ലെങ്കിലും തീർച്ചയായും സംഘടിതമായിട്ട് തന്നെ ജീവിക്കേണ്ടവരാണ് മുസ്ലിം സമൂഹം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഏത് സംഘം, ഏത് സംഘടന? സാധാരണക്കാരുടെ മനസ്സിൽ പ്രത്യേകിച്ചും. കാരണം ഓരോരുത്തരും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വശീകരിച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പറയുന്നത് ഏതാണ്ട് ഒരുപോലെ, എന്നാൽ അവർ പരസ്പരം കടിച്ചുകീറുകയും ചെയ്യുന്നു. ആരോ പുച്ഛത്തോടുകൂടി പറഞ്ഞതുപോലെ കാക്കാമാർക്ക് 1,000 സംഘടനകളുണ്ട്. എല്ലാ തെരുവിലും അവർ തമ്മിൽ ഏറ്റുമുട്ടലുകളാണ്. പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശങ്ങൾ, ഖണ്ഡനങ്ങൾ, മണ്ഡനങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് സംഘടനയാണ് സത്യത്തിൽ നമുക്ക് ചേരാവുന്ന സംഘടന എന്നൊരു ചോദ്യമുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയണം. കുറവുകളുണ്ട്, ധാരാളം ശൈഥില്യങ്ങളുണ്ട്, അനാരോഗ്യകരമായ പ്രവണതകളുണ്ട്, അനിസ്ലാമികമായ ചില സംസ്കാരങ്ങളുണ്ട്. സംഘടനകൾക്കിടയിലുള്ള ബന്ധം ആരോഗ്യകരമല്ല. പക്ഷേ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, കുഴപ്പങ്ങളും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്നതുകൊണ്ട് ഒരു അനിവാര്യമായ സംഗതി നമ്മളാരും ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കാറില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മായം കലരാത്ത ഭക്ഷണം ഇന്നൊന്നും കിട്ടാനില്ല. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മായം കലരാത്ത ഒരു ഭക്ഷണവും നമുക്ക് തിന്നാൻ കിട്ടാത്ത ഒരു കാലമാണിത്. അത് പാക്കറ്റിൽ വരുന്ന, ടിന്നിൽ വരുന്ന ഫുഡ് മാത്രമല്ല, പച്ചക്കറിയാണെങ്കിൽ പോലും അതിലൊക്കെ വിഷവും വേണ്ടാത്തതും അങ്ങനെ വരുന്ന വിഷങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഭക്ഷണത്തിൽ മായമുണ്ടെന്ന് കരുതി എന്നാൽ ഭക്ഷണം കഴിക്കേണ്ട എന്നാലും വെക്കാറില്ല. ഡോക്ടർമാർ ഒരുപാട് വ്യാജന്മാരുണ്ട്. നമുക്കറിയാം, ഡോക്ടർ എന്ന പേര് വെച്ച് ചികിത്സ നടത്തുന്ന ഒരുപാട് കള്ള പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുണ്ട്, വ്യാജന്മാരുണ്ട്. എന്നാൽ വ്യാജന്മാരുണ്ടല്ലോ, നമുക്ക് ചികിത്സ വേണ്ടെന്ന് വെക്കാം എന്ന് നമ്മളാരും ആലോചിക്കുകയില്ല. അനിവാര്യമായ ഒരു സംഗതിയെ ആ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എന്നതുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു ശൈലി നമുക്കില്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഈ സംഘടനകളെ, കൊച്ചു കൊച്ചു സംഘങ്ങൾ, കുറച്ചുകൂടി വലിയ സംഘങ്ങൾ, വലിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇതിനെയൊക്കെ തികച്ചും വളരെ ഗൗരവത്തിൽ നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്
വിലയിരുത്താനും നമുക്ക് അനുയോജ്യമായത് ഏതെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്നാ പിന്നെ എനിക്ക് സംഘടന വേണ്ട, എന്നാ എനിക്ക് സംഘം വേണ്ട, ഞാൻ ഒറ്റയാനായിട്ട് എന്റെ സ്വാർത്ഥങ്ങളിൽ എന്റെ നിസ്കാരവും നോമ്പും ഹജ്ജുമായിട്ട് കഴിഞ്ഞുകൂടാം എന്ന ഒരു സമീപനം സ്വീകരിച്ചുകൂടാ. കാരണം പ്രവാചകൻ പറഞ്ഞു, ആമുർകു ബിഖംസിൻ ബിൽ ജമാഅ, ഒന്നാമതായിട്ട് കൽപ്പിക്കുന്നത് സംഘടന കൊണ്ടാണ്. സംഘബോധത്തിലൂടെ, സംഘടിതമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇസ്ലാമിക പ്രബോധനം സാധ്യമാകൂ. ഈ സംഘടനകളെ വിലയിരുത്താൻ ഒരൊറ്റ സ്കെയിലിനെ കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു സ്കെയിൽ, ഒരു മാനദണ്ഡം. അള്ളാന്റെ റസൂല് നമുക്ക് പകർന്നു തന്ന ഒരു മാനദണ്ഡമുണ്ടല്ലോ. ആ സ്കെയിൽ വെച്ചിട്ട് അളന്നു നോക്കണം ഈ സംഘങ്ങളെയും സംഘടനകളെയും. റസൂലുള്ള പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നതോടുകൂടി നിങ്ങൾ അനാഥമാവുകയല്ല. രണ്ട് കാര്യങ്ങളിൽ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് ആ കിതാബിന്റെ വ്യാഖ്യാനമായ എന്റെ ചര്യ, വസുന്നത്തു റസൂലിഹി, അള്ളാഹുവിന്റെ ദൂതന്റെ ചര്യ. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുമെങ്കിൽ നിങ്ങൾ വ്യതിചലനത്തിലേക്ക് പോവുകയില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്കെയിൽ. ഈ സംഘങ്ങളെയും സംഘടനകളെയും വിലയിരുത്താൻ അള്ളാഹുവിന്റെ കിതാബിലൂടെ ഒരു സാമാന്യമായ സഞ്ചാരമെങ്കിലും നമ്മൾ നടത്തുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമെങ്കിലും നടത്തുക. തീർച്ചയായും നമുക്ക് ബോധ്യമാകും ഏതാണ് നമ്മൾ ചേരേണ്ട സംഘമെന്ന് നമുക്ക് ബോധ്യമാകും. കാരണം നമ്മൾ അറിയണം, അടിസ്ഥാനപരമായിട്ട് ചില ചോദ്യങ്ങൾ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഓരോ സംഘടനയുടെയും വാക്കും പ്രവൃത്തിയും വിലയിരുത്താൻ നമുക്ക് കഴിയണം. ഏത് സംഘടന എന്നത് പ്രശ്നമല്ല. ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘത്തെയും നമുക്ക് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് വിലയിരുത്താൻ കഴിയണം. അവരുടെ വാക്കും പ്രവൃത്തിയും. വാക്ക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ എന്താണ് ഈ സംഘടനയുടെ ആദർശം, എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം, എന്താണ് നിങ്ങളുടെ മാർഗം. ഇത് മൂന്നും അള്ളാഹുവിന്റെ പ്രമാണങ്ങളിൽ ഖുർആനിലും സുന്നത്തിലും വിശദീകരിച്ചത് പ്രകാരമാണോ എന്ന പരിശോധന. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പരിശോധന. അത് തന്നെയാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. അവരുടെ ആദർശം, അവരുടെ ലക്ഷ്യം, അവരുടെ മാർഗം. ഇത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വിശദീകരിച്ചത് തന്നെയാണോ? എന്തിനു വേണ്ടി നിങ്ങളൊരു സംഘടനയുണ്ടാക്കി? സാമുദായികമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാണോ? വർഗീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ? വംശീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങളുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനാണോ? എന്താണ് നിങ്ങളുടെ ഈ ഒത്തൊരുമയുടെ, ഈ കൂട്ടായ്മയുടെ, ഈ സംഘത്തിന്റെ ലക്ഷ്യം? എന്താണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരൊക്കെ ഉയർത്തിപ്പിടിച്ച ആദർശമാണോ? അവരൊക്കെ ജീവിതത്തിൽ പിന്തുടർന്ന പ്രവർത്തനത്തിന്റെ കർമ്മമാർഗമാണോ സ്വീകരിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ പരിശോധന, അവരപ്പറഞ്ഞ വാക്കിനെ സാധൂകരിക്കുന്ന പ്രവർത്തനമാണോ ഇതപര്യന്തം ഈ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ളത്? ഇന്നോളമുള്ള ഈ സംഘടനയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ ഈ ആദർശത്തെ സാധൂകരിക്കുന്നതാണോ? ഇങ്ങനെ കൗലും അമലും പരിശോധിക്കുക, അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ നിഷ്പക്ഷമായിട്ട് പഠിച്ചു, സത്യസന്ധമായി വിലയിരുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ വിലയിരുത്തി. അപ്പോൾ നമുക്ക് ബോധ്യമായി അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു സംഘം ഇപ്പോൾ നിലവിലില്ല എന്നാണ് നമ്മുടെ സത്യസന്ധമായ പഠനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നമ്മുടെ ബാധ്യത അത്തരത്തിൽ ഇസ്ലാമിക ലക്ഷ്യങ്ങളുള്ള ഒരു സംഘത്തെ, ഒരു കൂട്ടായ്മയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ്. നമുക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോചനമില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് ഒരളവുപോലുകൂടി ഈ പ്രസ്ഥാനം, ഈ സംഘടന, ഈ ഇസ്ലാമിക കൂട്ടായ്മ ഈ കാലത്തോട് സംവദിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് എന്ത് സംഭാവനയാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവത്തിൽ നമുക്ക് വിമർശിക്കാൻ കഴിയണം, വിലയിരുത്താൻ കഴിയണം. കാരണം ഈ സമൂഹത്തെ ഖുർആനും സുന്നത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുത്ത ഒരു സംഘമാണ് നിങ്ങൾ എന്നാണ് അല്ലാഹുവിന്റെ വിശദീകരണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ലോകത്തെ ക്ഷണിച്ചുകൊണ്ടുപോകുന്ന, നയിച്ചുകൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. ഇതാണ് ഖുർആന്റെ പ്രഖ്യാപനം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, ആണുങ്ങളുടെ പങ്ക് അവരും സ്ത്രീകളുടെ പങ്ക് അവരും നിർവഹിച്ചുകൊണ്ട് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ലോകത്തെ നന്മയുടെ സ്ഥാപനം, തിന്മയുടെ വിപാടനം,
വയുഖീമൂന അസ്സലാത്ത് വയുതൂന അസ്സകാത്ത്. അല്ലാഹുവിനുള്ള അവകാശ ബാധ്യതകൾ അവന് കൊടുത്തു വീട്ടുക, അല്ലാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകൾ നിറവേറ്റുക. ഇത്തരം സംഗതികൾ വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് ഈ പ്രസ്ഥാനവും ഈ സംഘടനയും എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ഇത് നമുക്ക് പരിശോധിക്കാൻ കഴിയണം. ഖുർആൻ ചോദിക്കുന്നു ഈ സമൂഹത്തോട് ഒരു സ്ഥലത്ത് വെച്ച്, മാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂൻ റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, അവരുടെ ആർത്തനാദം, പട്ടിണിക്കാരുടെ നിലവിളികൾ, അവകാശം നിഷേധിക്കപ്പെട്ട സഹോദരങ്ങളുടെ ദീനരോധനങ്ങൾ, മർദ്ദിതരായ ജനതകളുടെ വളരെ വളരെ വേദനാപൂർണമായ ജീവിതത്തിന്റെ ചിത്രങ്ങൾ, ഇതൊക്കെ മുമ്പിൽ വരികയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ കാതിൽ വന്നലക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നില്ല? അവരെ വിമോചിപ്പിക്കുന്ന മാർഗത്തിൽ, അവർക്ക് ആശ്വാസമേകുന്ന വഴിയിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രവേശിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയണം ഈ പ്രസ്ഥാനം, ഈ സംഘം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഈ അളവുകോലുകൾ വെച്ചുകൊണ്ട് നമുക്കൊരു സംഘത്തെ കണ്ടെത്താനോ ആ സംഘമില്ലെങ്കിൽ നമുക്കൊരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാനോ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരു ഭാഗത്ത് ഭീകരത, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഭീകരത. മറുഭാഗത്ത് ഭീകരതയുടെ പേരിലുള്ള ഭീകരത എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ പേര് പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുന്ന ഭരണകൂട ഭീകരത. ഒരു ഭാഗത്ത് ചന്ദ്രയാൻ എന്ന് പറയുന്ന ബഹിരാകാശ പേടകം, ഉപഗ്രഹം പോയിട്ട് ചന്ദ്രനിലെത്തി, വലിയ സംഭവം. അങ്ങനെ ചന്ദ്രനിൽ എത്തിച്ചേർന്ന വാർത്തയൊക്കെ വായിച്ചിട്ട് രോമാഞ്ചമണിയുകയാണ് നമ്മൾ. മറുഭാഗത്ത് ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ, അവിടെ ചന്ദ്രയാന്റെ കുതിപ്പാണെങ്കിൽ ഇവിടെ പട്ടിണി പാവങ്ങളുടെ കിതപ്പിന്റെ ശബ്ദവും ഇവിടെ വെച്ച് തന്നെ നമ്മൾ കേൾക്കുകയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 22-ാം തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാമത്തെ വിക്ഷേപണ തറയിൽ നിന്ന് കൃത്യം രാവിലെ 6:20 കുതിച്ചു പൊങ്ങി നമ്മുടെ ചന്ദ്രയാൻ 1. വലിയൊരു ദൗത്യമാണ്. ഒരു സെക്കൻഡിൽ 10 കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുയർന്ന ഈ ബഹിരാകാശ ഉപഗ്രഹം പേടകം പോയി ചക്രവാള സീമകളൊക്കെ ഭേദിച്ചിട്ട് ഉയരത്തിൽ പോയി ചന്ദ്രനിലെത്തി. അമ്പിളിയമ്മാവന്റെ അടുത്ത് വിരുന്നു പോവുകയാണ്. നമ്മളൊക്കെ വായിച്ച് സന്തോഷിക്കുകയാണ്. ചന്ദ്രനെ തൊട്ടു എന്ന് വാർത്ത വരികയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ശാസ്ത്രകാരന്മാരെ നമുക്ക് അഭിനന്ദിക്കുക, അവരുടെ പരിശ്രമങ്ങളെ പ്രകീർത്തിക്കുക. തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ രാജ്യം വളരെ ഉന്നതിയിലെത്തി എന്ന് നമുക്ക് അഭിമാനിക്കുക. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു മറുവശം നമ്മൾ കാണുന്നുണ്ട്. ചന്ദ്രനിലെത്തി, ചന്ദ്രനെ തൊട്ടു, പക്ഷേ തൊട്ട അയൽവാസിയെ ഒന്ന് സന്ദർശിക്കാൻ കഴിയാതെ പോവുകയാണ് നമുക്ക്. അവിടെ പട്ടിണി പാവങ്ങൾ ഏറ്റവും വലിയ വിഷമവൃത്തത്തിൽ കഴിയുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഭരണാധികാരികളെ അഭിനന്ദിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇപ്പുറത്തുള്ള ഈ രാജ്യത്തെ പാവപ്പെട്ട പൗരന്മാർ വിശപ്പിന് ഭക്ഷണം കഴിക്കാനില്ലാതെ മനുഷ്യമലം വാരിത്തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ തന്നെയാണിത് എന്ന് നമ്മൾ ഓർക്കണം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന പിഞ്ചുപൈതങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഉച്ചയൂണ് കഴിക്കാനില്ലാതെ, ഒരുപാട് ദിവസം ഉച്ചയൂണ് കഴിക്കാനില്ലാതെ വിഷമിച്ചിട്ട് വിശക്കായ പറിച്ചു തിന്ന് മരിച്ചു പോകുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. ഇവിടെ ചന്ദ്രയാനിൽ പോകുന്നുണ്ട്, ചന്ദ്രനിൽ എത്തുന്നുണ്ട്. നമ്മൾ വളരെ വലിയ നേട്ടങ്ങൾ നേടുന്നുണ്ട്. മൂക്കാകാശത്തും മൂടുവെള്ളത്തിലും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സത്യവിശ്വാസി സമൂഹത്തിന് സംഘടിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കാതെ മാറിയിരിക്കാൻ കഴിയുമോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ചരിത്രത്തിൽ നിന്നൊരു ചിത്രം ഒരുപക്ഷേ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിജ്റ 5-ാം കൊല്ലം ഏറ്റവും വലിയ പട്ടിണി പടരുകയാണ് മക്കയിൽ. ഭയങ്കരമായ ക്ഷാമം, ഭക്ഷണക്ഷാമം ഉണ്ടാകുന്നു. ഹിജ്റ 5-ാം വർഷം പ്രവാചകൻ മദീനത്താണ്. പ്രവാചകനെയും സഹാബത്തിനെയും മക്കയിൽ നിന്ന് ആട്ടിപ്പായിച്ച വിഭാഗം അവരവിടെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. അബൂജഹലിന്റെ മക്കൾ, അബൂലഹബിന്റെ മക്കൾ ഏറ്റവും വലിയ പട്ടിണി അനുഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതിൽ ഇതെത്തുകയാണ്. എന്താണ് ഇസ്ലാമിക ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ സൂറത്തിൽ ബലദിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫലഖതഹമൽ അഖബ
വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മസ്റബ. വിശുദ്ധ ഖുർആൻ പറയുകയാണ് എന്താണ് ഇസ്ലാമിക ജീവിതം. ഫലഖതഹമൽ അഖബ, അവൻ ഇപ്പോഴും മലമ്പാത താണ്ടാൻ സന്നദ്ധമായില്ലല്ലോ. വിശ്വാസിയെ നോക്കി ഖുർആൻ പറയുകയാണ് എന്താണ് ഈ മലമ്പാത എന്നറിയുമോ? ഫക്കു റഖബ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ആ അടിമ വിഭാഗമുണ്ടല്ലോ, അവരെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയുടെ നാളിൽ, വറുതിയുടെ നാളിൽ പാവങ്ങൾക്ക്, പട്ടിണിക്കാർക്ക് ആഹാരം നൽകുക. അതാണ് ഇസ്ലാമിക ജീവിതം. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മസ്റബ. നിന്റെ ബന്ധുവായ അനാഥ, ഇനി നിനക്ക് ബന്ധവും കുടുംബബന്ധവും ഇല്ലാത്ത പാവപ്പെട്ട അഗതിയായ മനുഷ്യൻ, ദാ മസ്റബത്തിൻ, മണ്ണ് പുരണ്ട അഗതി. ഖുർആന്റെ പ്രയോഗം വളരെ അർത്ഥമുണ്ട് അതിനൊക്കെ. മണ്ണിൽ പണിയെടുക്കുന്ന, സേറിൽ പണിയെടുക്കുന്ന, വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയും പാവപ്പെട്ട മണ്ണ് പുരണ്ട അടിസ്ഥാന വർഗങ്ങളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതാണ് ഇസ്ലാമിക ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇവര് പട്ടിണി കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകളിൽ നിന്ന് ധാന്യമൊക്കെ കളക്ട് ചെയ്തിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചുകെട്ടി തന്റെ ഒരു പ്രതിനിധിയായി അംർ ബിൻ ഉമയ്യ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ കൂടെ മദീനത്ത് നിന്ന് മക്കയിലേക്ക് കൊടുത്തയക്കുകയാണ്. പ്രിയമുള്ളവരെ, ആർക്ക് തിന്നാൻ? മുശ്രിക്കുകൾക്ക് തിന്നാൻ. അവിടെ മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല. പട്ടിണിയുടെ കാര്യം കേൾക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയാണ്. അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ കസ്സായി ഫീ സബീലില്ലാ. വിധവകൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഞാൻ പരത്തി പറയേണ്ടതില്ല, നമുക്കറിയാം. അബൂലഹബിന്റെയും അബൂജഹലിന്റെയും മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ആട്ടിപ്പായിച്ച ക്രൂരന്മാർക്ക് വേണ്ടി അല്ല, ഒരുപാട് നാള്, വർഷങ്ങളോളം ഷേബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ച, ഭ്രഷ്ട് കൽപ്പിച്ച സമൂഹത്തോട് പ്രവാചകൻ കാണിക്കുന്ന മാതൃക. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അസന്തുലിതത്വത്തിന്റെ ലോകം, അനീതിയുടെ ലോകം, അധാർമികതയുടെ ലോകം, അവകാശ നിഷേധങ്ങളുടെ ലോകം. ഇവിടെ ഖുർആൻ ചോദിക്കുകയാണ്, വമാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? മാ തുഖാത്തിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ പണിയെടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക സേവനം ചെയ്യുന്ന ഒരു സംഘം, ഒരു സമൂഹം, വ്യവസ്ഥാപിതമായ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന്റെ പിന്നിൽ അച്ചടക്കത്തോടുകൂടി മുന്നോട്ടു പോകുന്ന അനുസരണമുള്ള ഒരു സമൂഹം, ഇതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുസ്ലിങ്ങളുടെ ചിത്രം. ഈ അർത്ഥത്തിൽ വേണം ഭൂമിയിൽ മുന്നോട്ട് പോവാൻ എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ആശങ്കകൾ വരും. തിന്മയുടെ ശക്തികൾ ഏറ്റവും വലിയ സംഘടിതരായി, ആസൂത്രിതരായി, ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശക്തികളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചാളുകൾ സംഘടിച്ച് പ്രവർത്തിച്ചാൽ അതിൽ വല്ല മാറ്റവും വരുമോ? വിജയിക്കാൻ സാധിക്കുമോ? സ്വാഭാവികമായി മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ്. നമ്മൾ ആകെ പോയാൽ എത്ര ആളുകളുണ്ടാകും നമ്മുടെ സംഘടനയിൽ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നു. ഒരിക്കലും അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. നമ്മൾ ഓർക്കണം, ചരിത്രത്തിന്റെ ഒരു തെരുവോരത്ത് ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ നിന്ന്, ഇരുണ്ട ആ ഗുഹക്കകത്ത് നിന്നൊരു യുവാവ് പുറത്തു വരുന്നു. 40 വയസ്സുള്ള ഒരു യുവാവ് മുഹമ്മദ്. അദ്ദേഹം തന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തു വരികയാണ്. അദ്ദേഹത്തിനൊരു നിഴലുണ്ടെങ്കിൽ ആ നിഴല് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ആരോരും ഉണ്ടായിരുന്നില്ല. ഈ പ്രസ്ഥാനം, ഈ സംഘം തുടങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, 55 വയസ്സുള്ള മധ്യവയസ്കയായ ഒരു പെണ്ണ്, പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് 37 വയസ്സുള്ള ഒരു അബൂബക്കർ, പിന്നെ 12 വയസ്സുള്ള ഒരു ബാലൻ അലി ഇബ്നു അബീ താലിബ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇവർ 4 പേരും കൂടെ നിസ്കരിക്കുന്നു. അതാണ് അന്നത്തെ ഇസ്ലാമിക പ്രസ്ഥാനം. ആകെ 4 ആളുകൾ. ഈ 4 സംഘമാണ് ചരിത്രത്തിന്റെ ആ തെരുവോരത്ത് പറഞ്ഞ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആശങ്കകളില്ല, കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പിന്നെ നമ്മൾ കാണുന്നു, മക്കം ഫത്ഹിന്റെ സന്ദർഭമായപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ഫൗജായിട്ട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ജസീറത്തുൽ അറബിൽ ഒരൊറ്റ ഗോത്രം പോലും ഈ സന്ദേശം എത്താത്തത്, ഈ സന്ദേശത്തോട് അനുഭാവം പ്രകടിപ്പിക്കാത്തത് ഒരു കുടുംബം പോലും അവശേഷിച്ചില്ല എന്ന് ചരിത്രം പറയുകയാണ്. പിന്നീട് ലോകം കീഴടക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിന് തണലായി മാറുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘത്തിൽ അണിചേർന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്
കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യം ഇതാണ്, നമ്മുടെ ചരിത്ര ദൗത്യം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസം അംഗീകരിച്ചവരെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി ഈ മാർഗത്തിൽ മുന്നോട്ടു പോവുക. വസാബിറു, ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുകയും ചെയ്യുക. വറാബിത്തു, ത്യാഗസന്നദ്ധരായിരിക്കുക. വത്തഖുല്ല, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. അങ്ങനെ നിങ്ങൾ സംഘടിക്കുമെങ്കിൽ ആ കൊച്ചു കൊച്ചു സംഘങ്ങൾ, ഇസ്ലാമിക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത കൊച്ചു കൊച്ചു സംഘങ്ങളും സംഘടനകളും, അത് നീർച്ചാലുകളായി, അരുവികളായി, പുഴകളായി, നദികളായി, വലിയ നദികളായിട്ടൊക്കെ ഒഴുകിച്ചേർന്ന് അവസാനം ഒരു മഹാസാഗരം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, അല്ല പറഞ്ഞല്ലോ ഖുർആനിൽ, തീർച്ചയായും അവർ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ധിക്കാരികളും നിഷേധികളും എത്രയൊക്കെ ശ്രമിച്ചാലും, അവർക്ക് അരോചകമായിരുന്നാൽ പോലും അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കും. ഈ പ്രത്യാശയോടുകൂടി ഈ ചരിത്ര ദൗത്യത്തിൽ മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ ശൈഥില്യങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കാലത്തിന്റെ തേട്ടത്തിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ, ഉണരുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയുവാനും ശരിയുടെ മാർഗത്തിൽ മുന്നോട്ടു പോകുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.